ഇല്ലടല്ല, വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മൾ കുറേ ദൈവങ്ങളെ കണ്ടു. കുറേയല്ല, കൂടുതൽ ദൈവങ്ങളെ കണ്ടു. മനസ്സിലായി? മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന ദൈവങ്ങൾ. മനുഷ്യന്മാരാണ് യഥാർത്ഥ ദൈവങ്ങളെന്ന് ഞാൻ പറഞ്ഞു, എടുത്തെടുത്ത് പറയുന്നുണ്ട്, വീഡിയോയിൽ ഇപ്പോഴും പറയുന്നുണ്ട്. മനുഷ്യന്മാരാണ് യഥാർത്ഥ ദൈവങ്ങൾ. അവരെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. മനുഷ്യന്മാരെ സൃഷ്ടിച്ച കല്ലാണെങ്കിൽ ശരി, എന്താണെങ്കിൽ ശരി, ഞാനത് വിശ്വസിക്കുന്നുള്ളൂ. ഇല്ലാട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരാൾ സഹായിക്കുകയാണെങ്കിൽ അയാളാണ് ദൈവം. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതൊരു മനുഷ്യനായിരിക്കും. അത് മനസ്സിലാക്കുക. മനുഷ്യനെ കാപ്പാത്ത മനുഷ്യൻ താ വെറും. നമ്മുടെ വിജയ് സേതു പറഞ്ഞ പോലെ മേളിൽ നിന്നൊന്നും വെറാതെ. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കുറേ ആൾക്കാർ, കുഞ്ഞുങ്ങളെ മൊഴികൂട്ടാൻ കുറേ ആൾക്കാർ, വീട് വെച്ച് കൊടുക്കാൻ കുറേ ആൾക്കാർ, അവിടെയുള്ള എല്ലാവർക്കും സഹായം ചെയ്യാൻ കുറേ ആൾക്കാർ. പിന്നെ സഹായങ്ങൾ നമ്മൾ കുറേ കണ്ടുപിടിക്കില്ല. കുറേ പറഞ്ഞാൽ പോരാ, അധികം. നമ്മൾ അതല്ല, മലയാളികൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവിടെ മലയാളികൾ എന്നും ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു മലയാളിയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ പേടിക്കാൻ വേണ്ട, എന്നും കൂടി ഉണ്ടാവും ജനങ്ങൾ. മലയാളി ജനങ്ങൾ എന്നും കൂടി ഉണ്ടാവും. മലയാളികൾ മാത്രമല്ല, സഹായിക്കാൻ മനസ്സുള്ള എല്ലാവരും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനൊരു ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു ഇല്ലാതെ. അപ്പം ഞാൻ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. നീതു ജയേഷ് എന്ന് പറഞ്ഞിട്ടാണ്, ജയേഷ് കുമാർ. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. മക്കളും ഉറ്റവരും നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കേട്ടല്ലേ? ഇതാണ്. ഇതിലും മികച്ച ഉദാഹരണം വേറെ ഉണ്ടോ ചോദിക്കട്ടെ? മനുഷ്യന്മാരുടെ ദൈവം എന്ന് പറയുന്നത് ഇതിലും മികച്ച ഉദാഹരണം വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയില്ലേ? എൻ്റെ അറിവിലില്ല. കണ്ട, എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയും മക്കളൊക്കെ നഷ്ടപ്പെട്ട് അച്ഛനമ്മയും മാത്രമായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരില്ലല്ലോ. അവരെ മനസ്സൊക്കെ തകർന്ന് അവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പോൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായ കുറേ മനുഷ്യന്മാരില്ലല്ലേ? സത്യം പറയല്ലോ, പ്രൗഡ് മൊമെൻ്റ് ആണെങ്കിലേ സത്യം പറയും. ഇതിൽ കൂടുതലൊന്നും വേണ്ട. നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ. ഞാൻ പറഞ്ഞു, കാര്യം ആൾക്കാർ സ്വാർത്ഥനൊക്കെ ആയിരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലേ, ഒന്നും പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ അതിജീവിക്കും. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിലല്ലേ. സത്യമായിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നു അതന്നെയാണ്. അപ്പോൾ നീതു ജയേഷ് കുമാർ ഇവർ രണ്ടുപേർക്കും നമ്മൾ ഒരു ഗ്രേറ്റ് സല്യൂട്ട് കൊടുക്കണം ഇടറെ. നിങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും, നമ്മുടെ ഈ ജനങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. പേടിക്കാൻ വേണ്ടില്ല ഇടലെ. അപ്പോൾ ഇനിയും കുറേ അമ്മമാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങളും അവരൊക്കെ എടുത്ത് സൂക്ഷിക്കൽ അല്ല, അവരെ ദത്തെടുത്തിട്ട് അവരെ നമ്മൾ സ്വന്തം അമ്മ പോലെ കാണുക. ഇപ്പോൾ കുറേ നമ്മളെ കണ്ടുവരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ. അതിലും അവർക്കൊരു മാതൃക കൂടിയായിട്ടാണ് അവർക്കെതിരെ ഒരു മാതൃക കൂടിയായിട്ടാണ് നമ്മുടെ ജയേഷ് കുമാർ ഈ ദമ്പതികൾ വന്നിരിക്കുന്നത്, നീതു ചേച്ചിയും ജയേഷേട്ടനും. നിങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് കേട്ടില്ല, ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനിയും നല്ലത് ചെയ്യട്ടെ, നല്ല ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നിക്കട്ടെ. എല്ലാവരും നല്ല ചെയ്യൂ ഇടല്ല, അതേ പറയാനുള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.